ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ഓണമൊക്കെ വരാറായല്ലേ. അപ്പോൾ ഓണം സ്പെഷ്യലായിട്ട് സദ്യക്കൊന്നും ഒഴിച്ചുകൂടാനാവാത്ത ഇഞ്ചിക്കറിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ആദ്യം നല്ല ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വളരെ ചെറുതായിട്ടാണ് ഇഞ്ചി അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾ വട്ടത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരേ കനത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഞാനൊരു 150 ഗ്രാം അളവിലാട്ടോ ഇഞ്ചി എടുത്തിരിക്കുന്നത്. ഈ ഇഞ്ചി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ വറുത്തെടുക്കണം. ഇപ്പം നമ്മുടെ ഇഞ്ചി ഇവിടെ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 5 or 6 കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. എൻ്റെ വീട്ടിലൊക്കെ പണ്ട് മുതലേ തേങ്ങ ചേർത്താട്ടോ ഇഞ്ചിക്കറി വെക്കാറ്. തേങ്ങ ഒരുപോലെ വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചിരകിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ തേങ്ങയും ഇഞ്ചിയും ഒക്കെ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ഉലുവാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ, വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ വറുത്തെടുക്കുക. പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ എല്ലാം ചേർത്ത് നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്ര എണ്ണ തന്നെ മതിയാവും. ഇനി എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മാത്രം ഒരു 4-5 കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 4 വെളുത്തുള്ളി അല്ലി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 3 പച്ചമുളകും കൂടി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതെല്ലാം വട്ടത്തിൽ തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എല്ലാം നല്ലപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചിയുടെ ആ പേസ്റ്റ് ഉണ്ടല്ലോ അതങ്ങ് ചേർത്ത് കൊടുക്കുക. ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലപോലെ തിളച്ച് വരട്ടെ. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ഇതായിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു നെല്ലിക്ക വലിപ്പമുള്ള പുളി എടുത്തിട്ടുണ്ട്. ആ പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ സമയത്ത് വേണം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരണം. ആദ്യം കുറച്ച് മാത്രം ശർക്കര ചേർത്തിട്ട് പിന്നീട് നമുക്ക് വേണമെങ്കിൽ മാത്രം കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കാം. എങ്കിലും മധുരം ഒരുപാട് മുന്നിൽ നിൽക്കാൻ പാടില്ല. ഇതായിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇത് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പും പുളിയും മധുരവും ഒക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളൊരു ഇഞ്ചിക്കറിയാണ്. എരിവും പുളിയും മധുരവും ഒരുപോലെ ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഇഞ്ചിക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്